ആ ഒരു കൂട്ടത്തിലെ ഇന്നത്തെ വചനത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആര് കൂട്ടത്തിൽ പ്രാർത്ഥിക്കും? ഞാൻ പറഞ്ഞു ഏറ്റവും പെട്ടെന്ന് ആരാണ് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. കർത്താവിന് അങ്ങനെയുള്ള ശുശ്രൂഷകരെയാണ് ആവശ്യം. അതിലേക്ക് ഞാൻ അടുത്ത് വന്ന് വിളിക്കും. ആരാണ് ഇപ്പോൾ കടന്നു വന്നാല് ആരാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് ദൈവത്തോട് കൂടെ നടന്നവനാണ് പേര്. അപ്പോ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കേണ്ട ആരോഗ്യ വലിയൊരു നല്ലവരാണ്. Thank you. Thank you for your support. ഹല്ലേലൂയ. ഒന്ന് കരമർത്തി കർത്താവിനെ സ്തുതിച്ച് വളരെ ശബ്ദത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ. ഉച്ച കഴിഞ്ഞ സമയം ചിലർക്ക് അവിടെ ഉറങ്ങുന്നത് കണ്ടു. ക്ലാസ്സിലും ഉറങ്ങാനുള്ള ചെറിയ ചാൻസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു പവർ പോയിന്റ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏത് കാര്യത്തിലാണെന്നറിയാം? 2 വർഷത്തിന് ശേഷമാണ് ഒരു ക്യാമ്പ് നമുക്ക് വീണ്ടും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ 2 വർഷം സംഭവ ബഹുലമായി. കൊറോണ ബാധിച്ചു അനേക സ്ഥലങ്ങളിൽ. പലരുടെയും ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിച്ചു. അതുപോലെ തന്നെ പല സമയത്തും കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുണ്ടായി. ക്യാമ്പിനെ കുറിച്ച് ചിന്തിച്ച സന്ദർഭത്തിൽ പോലും ഇത് നടക്കുമോ ഇല്ലയോ എന്ന സംശയം പോലും ശുശ്രൂഷകന്മാരുടെ മധ്യത്തിലുണ്ടായി. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം ഇങ്ങനെ മനോഹരമായ ഒരു ക്യാമ്പ് ഒരുക്കിയതോർത്തിന് വീണ്ടും കർത്താവിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലത്തെ സെഷനിൽ രാജൻ സാറ് വീണ്ടും ജനനത്തെക്കുറിച്ച്, പുതുജനനത്തെക്കുറിച്ച്, രക്ഷിക്കപ്പെട്ടവന്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്, ദൈവം ആഗ്രഹിക്കുന്ന ആ ഉന്നത പദവിയിലേക്കുള്ള ആ ആരംഭത്തെക്കുറിച്ച് പറയുവാനായിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം കഥാദാസൻ അനിൽ പോൾ ബ്രദർ കടന്നു വന്ന് തന്റെ ജീവിതത്തിന്റെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പറയുവാനായിട്ടിടയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
സാധാരണ സിമെന്റ് കെട്ടി കഴിഞ്ഞിട്ട് മുകളിൽ പ്ലാസ്റ്റർ ചെയ്യുന്നത് പോലെയായിരുന്നു യഥാർത്ഥത്തിൽ അനിൽ പോൾ ബ്രദറിന്റെ ക്ലാസ്. അതേപോലെ ഒരു കാര്യം എൻ്റെ ഹൃദയത്തെ വീണ്ടും എന്ത് ചെയ്യണം, അന്വേഷണം ചെയ്യും. എന്തെന്നറിയാമോ? ഈ ക്യാമ്പിൽ വരുന്ന ആർക്കും കർത്താവിനെ പറ്റിക്കാൻ കഴിയില്ല. നമ്മുടെ ഈ ക്യാമ്പ് നമ്മുടെ അനുഗ്രഹത്തിനായിട്ട് രൂപാന്തരപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹം ആ സാക്ഷ്യത്തിൽ നിലനിൽക്കുവാനായിട്ട് ഇടയായി. അതോർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ലോക ചരിത്രത്തിൽ ലോകത്തെ അനേക ചിന്തകന്മാരെ, അനേക നേതാക്കന്മാരെ എല്ലാം രൂപാന്തരപ്പെടുത്തിയ 3 അധ്യായങ്ങൾ. അതിൽ കർത്താവായ യേശുവിന്റെ ഗിരിപ്രഭാഷണമുണ്ട്. നാം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ട്. പണത്തോടുള്ള നമ്മുടെ സമീപനത്തെ കുറിച്ചുണ്ട്. നാം കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കണം എന്നൊക്കെയുണ്ട്. അതിൽ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ 1 മണിക്കൂറുള്ള ഒരു വചന സന്ദേശത്തിലേക്ക്, ഒരു ക്ലാസ്സിലേക്ക് കടന്നു വരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുപോലമായിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാൻ കഴിയും. ബി ഓവർകമേഴ്സ്, ജയിക്കുന്നവരാണ്. അതിന് താഴെ എഴുതിയിരിക്കുന്നത് അതിജീവിക്കുന്നവരാകും. നിങ്ങളെ ആ ഒരു പദവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? പെൺകുട്ടികൾ പെട്ടെന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? അതിജീവിത അല്ലെ? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? ഓക്കെ. അതിജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓവർകമേഴ്സ് എന്നുള്ള വാക്കിന് നമ്മൾ ട്രാൻസ്ലേഷൻ നോക്കി കഴിയുമ്പോൾ, ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജയിക്കുക, വിജയിക്കുക എന്നൊക്കെയാണ്. അത് സക്സസ്ഫുൾ ആവുന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രതികൂലത്തിന്റെ മധ്യേ, ഒരു പ്രയാസത്തിന്റെ മധ്യേ, അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുടെ മധ്യേ പിടിച്ചു നിന്ന് അതിൽ ജയിക്കുന്ന, അതിൽ വിജയം വരിക്കുന്ന അനുഭവത്തെയാണ് അതിജീവിക്കുക എന്ന് പറയുന്നത്. സർവൈവൽ എന്ന വാക്കൊക്കെ വേണമെങ്കിൽ അതോട് ചേർന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ നിങ്ങളോട് സംസാരിക്കാനുള്ള എന്റെ വിഷയം ജയിക്കുന്നവരാകുക എന്നുള്ളത്. ബി ഓവർകമേഴ്സ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടാകണം. അത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം. ഇന്ന് കാലത്തെ സെഷനിൽ വീണ്ടും ജനനം, പുതുജനനം എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ കേൾക്കാനായിരിക്കും. എന്നാൽ ഇപ്പോൾ നാം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അതിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് വായിക്കാം ഈ വാക്യം. ഓക്കെ, ഏതാ വാക്യം? മത്തായി 6:30. ഓക്കെ, ഒരാളൊന്നു പെൺകുട്ടികളുടെ ഭാഗത്ത് വായിച്ചത്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെ? അപ്പൊ ഏതൊക്കെ ലഭിക്കും? ശരിയാണോ? ഏതാ ലഭിക്കാൻ പോകുന്നത്? ലഭിക്കാൻ പോകുന്നത് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുന്നിലെ ചില 2-3 വാക്യങ്ങൾ വായിക്കും. അപ്പോൾ നമുക്ക് എന്താ ലഭിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ സീക്ക് എന്നൊരു പദം, ഇംഗ്ലീഷില് സീക്ക് എന്നൊരു പദം കാണുന്നുണ്ട്.
കാര്യത്തെ കുറിച്ചല്ലേ ചെയ്യുന്നത്? തുടർമാനമായി അന്വേഷിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ അന്വേഷിക്കണം ദൈവത്തിന്റെ രാജ്യനീതി? പറയൂ. നിങ്ങൾ അത്ര പൂച്ചകളൊന്നുമല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, 100% എത്ര പൂച്ചക്കുട്ടികളുടെ മുന്നിൽ ഇരിക്കണം അറിയാമോ? നിങ്ങളൊക്കെ ആരാ മുതൽ എനിക്കറിയാം. കാരണം അത്ര മിടുക്കന്മാരാണ്. പക്ഷേ ഈ സഭകളിന്റെ ഉള്ളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം. ഇങ്ങനെ ഇത്ര ഒരു വളരെ ശാന്ത സ്വഭാവക്കാരായിട്ട്. അതുകൊണ്ട് അയ്യോ ഇതിന് സിംപ്ലിഫൈ ചെയ്ത് അതിന്റെ അർത്ഥം കളയാൻ ഉദ്ദേശിക്കില്ല. നിങ്ങൾക്ക് അതിബുദ്ധിമാന്മാരെ എനിക്കറിയാം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് കൈ ഉപയോഗിക്കട്ടെ. ഇവിടെ ഉപയോഗിക്കുന്ന കാര്യമാണ്. വീട്ടിലൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ആണോ ഇപ്പൊ എല്ലാവരും കൈ കൂട്ടി തുടങ്ങി. എനിക്കറിയാം മാക്കിലും എക്സ്ട്രാനൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ പറയാം കമ്പ്യൂട്ടർ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്കറിയാം. ഇപ്പൊ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായപ്പോൾ നമ്മൾ സ്മാർട്ട് ആവും. പിന്നെ എങ്ങനെ സ്മാർട്ട് ആവാം? നമ്മൾ സ്മാർട്ട് ആവണം. നമ്മൾ സ്മാർട്ട് ആവണം. അപ്പോ ഞാൻ പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് തുടർന്നുള്ള സെഷനൊക്കെ നിങ്ങൾ വളരെ ഒരു ഇന്ററാക്റ്റീവ് സെഷനായി ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയണം. നമുക്ക് പെട്ടെന്ന് കടന്നു പോകണം. 14 സ്ലൈഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ വരെ തീരും അവിടെ വരെ പോകും കേട്ടോ. അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകണം കേട്ടോ. ഇന്നലെ അനിൽ ഇപ്പോൾ സാറിനോട് പറഞ്ഞു ഉച്ചകഴിഞ്ഞ് ഉറങ്ങാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് സ്ലൈഡൊക്കെ ഞാൻ റെഡി ചെയ്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചില കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടും? 2-3 വാക്യങ്ങൾ മുന്നിൽ വായിച്ചത് നിങ്ങൾ ആ ഭാഗത്തിന്റെ 6-ാം അധ്യായത്തിന്റെ വായിച്ചോ, പെട്ടെന്ന് വായിച്ചു. വായിച്ചോളൂ. ഉറക്കെ വായിക്കും. ഒരു 4 വാക്യം മുമ്പ് വായിച്ചു. അടുത്ത് ഇനി വായിച്ചോ. അവിടെ തന്നെ വായിച്ചോ. ഒരു വാക്യം കൂടി അതിന്റെ ഈ സർവ്വനെ കുറിച്ച് പറയുന്നതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യം കൂടി വായിച്ചേ. 25-ാമത്തെ വാക്യം മുതൽ വായിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നും എന്തു കുടിക്കും ജീവനായിക്കൊണ്ടും ഓക്കെ മതി. പിന്നെ നമ്മൾ നേരത്തെ വായിച്ചത് ഇവിടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, രാജ്യം നീതി എന്ത് ചെയ്യണം? അന്വേഷിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത സ്ലൈഡിലേക്ക് നാം ആയിരിക്കുന്ന ലോകം വളരെ പ്രശ്നസങ്കീർണമായ ലോകമാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, കോളേജ് കുട്ടികളുടെ ഇടയിൽ മയക്കുമരുന്ന്, മദ്യപാനം, അതുപോലെ പുകവലി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രശ്നങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ, ചതിക്കപ്പെടാനുള്ള കാര്യങ്ങൾ ഒക്കെയും ഈ കാലഘട്ടത്തിന്റെ ഒരു മുഖമുദ്രയാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അസ്വസ്ഥരാണ്, ആകുലതയുള്ളവരാണ്, വിചാരപ്പെടുന്നവർ കേട്ടോ. എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞത്?
അസ്വസ്ഥരാണ്, ആകുലപ്പെടുന്നവരാണ്, വിചാരപ്പെടുന്നവരാണ്. പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിയർ, ഭയം. എന്തിനൊക്കെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്? തോൽക്കുന്നൊരു പേടിയുണ്ട്, ജയിക്കാവുന്നൊരു പേടിയുണ്ട്, പിന്നെ പരാജയങ്ങൾ എപ്പോഴും വരുമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ ഭാവി എങ്ങനെയാവും, എവിടേക്ക് എനിക്ക് പോകാൻ പറ്റും, ഞങ്ങളുടെ ആൾക്കാർ മുഴുവൻ അവിടേക്ക് പോകണം, UK പോകണം, അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, എന്റെ ഭാവി എന്താവും, എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? ചിലർക്ക് മരണത്തെ കുറിച്ച് ഭയങ്കര ഭയമാണ്, വേറെ ചിലർക്ക് ആരോഗ്യത്തെ കുറിച്ച് പേടിയും. ശരിയല്ല? ഇന്ന് രോഗങ്ങളുടെ അവസ്ഥ വരാനായിട്ട് പ്രായമൊക്കെ നോക്കണം. ചെറുപ്പക്കാർക്ക് വരെ രോഗങ്ങൾ വരുന്നു. ഒത്തിരി പ്രശ്ന സങ്കീർണമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്? ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നത്, അതായത് ഞാനൊരു പുസ്തകം എഴുതി, മരണശേഷം എന്ന പുസ്തകം. ആദ്യ കാലഘട്ടത്തിൽ ഈ പുസ്തകം ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആദ്യം ഈ പുസ്തകം രണ്ടും മൊത്തമൊന്നും പേടിച്ചിട്ട് വാങ്ങിയില്ല. ഈ ബുക്കാണ് കൊണ്ടുവന്ന്. കാരണം മരണശേഷം എന്നുള്ളത് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ? ഇനി ശരി, മരണശേഷം ഇനി സ്വർഗത്തിൽ പോവാന്ന് വിചാരിച്ചാൽ ശരി, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീണ്ടും ജനിച്ചവരെ എവിടെ പോകുന്ന പറഞ്ഞത്? എന്നാ ശരി, സ്വർഗത്തിൽ പോകണം. എന്നാൽ അവർ മരിക്കാൻ തയ്യാറായ പോലെ ആരും തയ്യാറാവോ? അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ എവിടേക്ക് പോകണ്ട. മരിക്കാൻ എല്ലാവർക്കും ഭയമാ, കേട്ടത് പറയുന്നത്. അപ്പൊ നമുക്ക് മരണഭയം മനുഷ്യര്. പക്ഷെ അതേ സമയം തന്നെ ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോ ഡോക്ടർമാര്, നഴ്സുമാര്, സ്റ്റാഫ് വർക്കേഴ്സ്, അങ്ങനെ ഹെൽത്ത് വർക്കേഴ്സ്, അങ്ങനെ അനേകർ ഈ പുസ്തകം വായിക്കുവാനായിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഭയം, പലവിധ കാരണങ്ങളൊക്കെ മനുഷ്യ മനസ്സിൽ ഭയമുണ്ട്. എന്നാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചു തരുന്ന ഒരു മനോഹരമായ ഭാഗമാണ് ഈ മത്തായി സുവിശേഷത്തിലെ 6-ാം അധ്യായത്തില് നാം വായിച്ചതായിരിക്കുന്നത്. അവന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏതൊക്കെ കിട്ടുന്നാണ് ചോദ്യം. അത് നമുക്ക് നോക്കാം. നോക്കൂ, ബൈബിളിൽ 350-ലധികം പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 350-ലധികം പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ വായിച്ച സ്ലൈഡിനോട് ബന്ധത്തിൽ ആരെയും പറയാം. ഡാനി പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചെറുപ്പ പ്രവാചകനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ പറഞ്ഞു നോക്കണ്ട, ഭയപ്പെടേണ്ട. ആരോടൊക്കെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു? കുറെ 350 പ്രാവശ്യം എടുക്കും, അതിൽ കൂടുതലുണ്ടാവാം. പക്ഷെ ഞാൻ നിന്നോട് ചോദിക്കാം, ഒരു 5-8 പെട്ടെന്ന് പറയാമല്ലോ. ജോഷുവോട് എന്ത് പറഞ്ഞു? ഭയപ്പെടണം, പ്രമിച്ചു നോക്കണ്ട അല്ലേ? ഓക്കെ, പിന്നെ ഇനി ആരോടൊക്കെ പറഞ്ഞു? മറിയത്തോട് പറഞ്ഞു ഭയപ്പെടണമെന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ലേ? ദൂതം പ്രത്യക്ഷമായിട്ട് എന്താ പറഞ്ഞത്? ഭയപ്പെടണ്ട. പിന്നെ പൗലോസിനോട് പറഞ്ഞു ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു പൗലോസിനോട്. പിന്നെ സെക്രട്ടറിയോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഇയ്യോബിനോട് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു. പിന്നെ കാലേബിനോട് പറഞ്ഞു. വെറുതെ പറഞ്ഞില്ല, വാക്യം നിന്നു. ആരോട്? നീ പേടിക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചു നോക്കണം. അനേക പ്രാവശ്യം അടുത്ത ശ്രദ്ധിക്കുകയും ഭയപ്പെടേണ്ട. കുറച്ച് വാക്യങ്ങൾ എഴുതിയുള്ളൂ. ജെറമിയ 1:8, മത്തായി 28:10, ലൂക്കോസ് 1:13, 30, 2:10, 5:10, 8:50, 12:32. വെളിപ്പാട് 1:17 ആത്മവിവശനായ യോഹന്നാനോട് പറഞ്ഞു ഭയപ്പെടണ്ട. അപ്പോസ്തലപ്രവൃത്തി 27:24.
എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു. കർത്താവിനോട് പറയാനുള്ള കാര്യമാണ് എന്ത്? ഭയപ്പെടേണ്ട. ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവല്ലേ പറഞ്ഞേക്കണം. പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ, 2-3 എഴുതി വെച്ചാൽ മതി. ഇനി ഹോംവർക്കാണ് നിങ്ങൾക്ക്. എവിടെയൊക്കെ ഭയപ്പെടേണ്ട എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചേക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചോറാണോ, ബിരിയാണിയാണോ, കുഴിമന്തിയാണോ, അൽഫാമാണോ? ഇതിലേതാണെന്ന് ചോദിക്കാം. മന്തിയാണ് ഇഷ്ടം എന്ന് പറയാം. ഇവന് മന്തി ഇഷ്ടം, അവന് ബിരിയാണി ഇഷ്ടം, അറേബ്യൻ ഗ്രിൽ. വേഗം പറ, പെട്ടെന്ന് പറ. ഇനി പോട്ടെ. അങ്ങനെയല്ല, കൃത്യമായിട്ട് പറയണം. ഇവിടെ ബിരിയാണിക്കാർക്ക് നിൽക്കുന്നത്, അപ്പൊ അതുകൊണ്ട് ഇനി അവർക്ക് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? പറഞ്ഞോ, ബിരിയാണി. അൽഫാമാണ് ഇഷ്ടം. ഓക്കെ, ബിരിയാണി. നിങ്ങൾക്ക് ബിരിയാണി മാത്രമേ ഉള്ളൂ. അൽഫാം ആണോ? അത് ഷവർമ ഇഷ്ടമായിരുന്നു. ഇത് ലോകത്തിന്റെ ഒരു കാര്യമാണ്. Eat this, wear this, watch this. യൂട്യൂബ് ചാനൽ നടത്തുന്നവരാണെങ്കിൽ ഉണ്ടോ? വളരെ കാര്യങ്ങളോട് പറയണം. മീൻപിടുത്തം മുതല് പെണ്ണുങ്ങൾ ഭക്ഷണത്തിന്റെ ഇന്ന കറി വയ്ക്കുന്നു, അമ്മ മോളും കൂടി യൂട്യൂബ് ചാനൽ നടത്തുന്നത്. തമാശ പറയണതല്ല, എന്ന് പറഞ്ഞാൽ ട്രെൻഡായി മാറിപ്പോയി. വലിയ ദൈവദാസന്മാർ, വലിയ 5000-4000 പേരോടൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാർ വരെ ബിരിയാണി ഉണ്ടാക്കണ ചാനലില് പിന്നെ അതാ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ട്രെൻഡ് പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് പറയാം. ശ്രദ്ധിക്കണേ. Eat this, wear this, watch this. ലോകത്തിന്റെ ട്രെൻഡായി കാണും. ഇന്നത്തെ ലോകത്തിന്റെ ട്രെൻഡ് എന്തൊക്കെ കഴിക്കണം. എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ മോൻ പറയും, ഡാഡി വെള്ളക്കാന്താരി ഇങ്ങനത്തെ സ്ഥലത്ത് മീൻ വിഭവങ്ങൾ മാത്രം അറിയോ? കണ്ടോ? ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങളുടെ വാസ്തുവിന്റെ കടയൊക്കെ ഉണ്ട്, പല കടകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് വാച്ച് ദിസ് യൂട്യൂബ് ചാനലുകൾ കാണണം. നമുക്ക് നിർബന്ധം, മറ്റുള്ളവർ നമ്മൾ കാണണം, ലൈക്ക് കിട്ടണം, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു ട്രെൻഡാ. ശരിയാണോ? എല്ലാം സമ്മതിക്കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ സന്ദർഭത്തിലാണ് കർത്താവ് വളരെ പ്രത്യേകത പറയുന്നത്. നിങ്ങൾ എന്ത് ഉടുക്കും, നിങ്ങൾ എന്ത് കഴിക്കും, നിങ്ങൾ എന്ത് കുടിക്കും, നിങ്ങൾ എന്ത് ധരിക്കും എന്നൊക്കെ കർത്താവ് പറയുന്നത്. അപ്പൊ എന്തിനാ ഈ കർത്താവ് ഇങ്ങനെ പറയണത്? എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് എന്തെന്ന്? നിങ്ങൾ രാജ്യനീതി രക്ഷിക്കാൻ എല്ലാം ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റിയ എന്തൊരു കാര്യം ഇതിനുള്ളിൽ ഒളിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നത്, നല്ല മണമുള്ളത്, വളരെ കംഫർട്ടബിൾ ആയത്, എന്റർടൈൻമെന്റ്. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു മുഖച്ഛായ. ഇവിടെ ദൈവമക്കൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ മുന്നോട്ട് വായിക്കാം. അടുത്തത് എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറയും. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ല, ശരിയല്ല. നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ, നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, ശരിയല്ല. അതുപോലെ തന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു, മൊബൈൽ ഫോൺ കഴിഞ്ഞ വന്നപ്പോഴേക്കും കൊണ്ടുവരാൻ പാടില്ല പറഞ്ഞു, പിന്നെ അത് മേടിച്ചു വെക്കുന്നത് പറഞ്ഞു. ഇത്തവണ കുറച്ചുകൂടി എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇടയ്ക്കൊരു സമയം കിട്ടണമെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം,
കാരണം ഇപ്പൊ മൊബൈൽ ഫോണിലാണ് നമുക്ക് എന്തെങ്കിലും പഠനം നടക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഒരു പാഷനെ അല്ലെങ്കിൽ ഒരു നമുക്കുള്ള ഒരു ആഗ്രഹത്തെ അല്ലെങ്കിൽ നമ്മെ ആകർഷിക്കുന്ന ഒരു ചിന്താധാരയെ നമുക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ കഴിയുക? അതായത് നമുക്കുള്ള ഒരു അതിയായ ഒരു ആഗ്രഹത്തെ അത് ദൈവവചന പ്രകാരം അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ എങ്ങനെ സാധിക്കും? അതാണ് ഇവിടെ എഴുതിയത്. Conquering a passion with a greater passion എന്ന് പറഞ്ഞാൽ ഒരു ആശയേക്കാൾ അതിന്റെ അപ്പുറത്തുള്ള ഒരു ആശ നമ്മെ ഭരിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയും. കേട്ടോ? എങ്ങനെ ചെയ്യാൻ പറ്റും? ഉദാഹരണമായി ഇപ്പൊ പണ്ടത്തെ ആൾക്കാർക്ക് മുഴുവൻ ഗൾഫിൽ പോകണമായിരുന്നു. എന്തായിരുന്നു? ഇപ്പോഴത്തെ ആൾക്കാർക്ക് പോകണം. UK, ലണ്ടൻ, UK, USA, ജർമ്മനി, കാനഡ, അയർലൻഡ്, പാരീസോ, ഇനി ഇവരോട് പോട്ടെ. എവിടെ പോയാലും കുഴപ്പമില്ല, മൾട്ടിപ്പിൾ എൻട്രീസ് ചെയ്യാനും കുഴപ്പമില്ല. ഇല്ല, ഓക്കെ പറഞ്ഞു. എവിടേക്ക് പോയാലും താല്പര്യം കേട്ടോ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോവാൻ എന്റെ ആദ്യം ഗൾഫിൽ പോകത്തോ അവിടെ പോയി വലിയ പൈസ ഒന്നും കിട്ടുന്നില്ലെന്ന്. അതുകൊണ്ട് കൂടുതൽ ആഗ്രഹമുള്ള സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹം. അതാ ഞാൻ പറയുന്നത്, ഒരു ആശയെ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ആശയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺകർ ചെയ്യാൻ പറ്റും. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ താഴ്ത്തിക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ ഭാഗത്തിന്റെ ആ ഒരു എസൻസ് കിടക്കുന്നത്. അതിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, അടുത്ത ഒന്നാമത്തെ കാര്യം, നമ്പർ 1, ഒന്നാമത്തെ കാര്യം നിങ്ങൾ കേട്ടു വെക്കാം. ഞാൻ 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞ എന്റെ മെസ്സേജ് ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 6 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, താൽക്കാലിക കാര്യങ്ങളെക്കാൾ ശാശ്വതമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ സഹോദരിമാരുടെ ഭാഗത്ത് ഒരാൾ അവർക്ക് പറയും. താൽക്കാലികമായ കാര്യങ്ങളെക്കാൾ ശാശ്വതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കഥയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിലും ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഭയങ്കര അത്ഭുതകരമായ ഒരു ജ്ഞാനം. എഴുതിയോ എല്ലാവരും? എഴുതിയോ? ആ, അപ്പൊ എന്താ നമ്മൾ എഴുതിയത്? ഒരാൾ പറഞ്ഞു ഉറക്കെ. ആമേൻ. ഈ സൗകര്യമായ ഭാഗത്ത് പറഞ്ഞു എന്ത് താൽക്കാലിക, അതായത് ടെമ്പററി കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പെർമനന്റായ നിത്യമായ, മറ്റൊരു വാക്ക് നിത്യമായ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ വേണ്ടി ശാശ്വതമായ ഒരു പദം കൊടുത്തത്. ടെമ്പററി കാര്യങ്ങളെക്കാൾ പെർമനന്റ് ആയ എറ്റേണൽ ആയ കാര്യങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിലെ എറ്റേണിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ? എറ്റേണൽ ആയ കാര്യങ്ങളുണ്ട്, അതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പൊ എറ്റേണൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയുന്ന? ഈ എറ്റേണൽ കാര്യങ്ങൾ ഈ ഭൂമിയിലെ ഭക്ഷണം എറ്റേണലാണോ? നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചില്ല, ഇല്ലേ? ഓക്കെ, ഈ കേട്ടോ. ഇന്നലെ ചപ്പാത്തി ഇഷ്ടമായി, ചപ്പാത്തി കറി ഇഷ്ടമായി. നമ്മുടെ വീട്ടിൽ വെക്കുന്ന കറിയുടെ എന്താ വ്യത്യാസം? തേങ്ങാപ്പാലം കറി വയ്ക്കാറുണ്ട്, ചിക്കൻ പണ്ടെല്ലാം അമ്മച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ദിവസം വളരെ ചുരുക്കം വെക്കും. നല്ല കറിയില്ലായിരുന്നു, അല്ല?
ഭക്ഷണം എങ്ങനെയാണ്? ഭക്ഷണം എക്സ്റ്റേണൽ ആണോ അതോ ടെമ്പററി ആണോ? എന്താ കാരണം? ഇവിടെ 8 ടോയ്ലറ്റ് ഉണ്ട്. ഇത് മനസ്സിലായല്ലോ. ഇനി അതിലേക്ക് അത് പോകണം കേട്ടോ. കേൾക്കണമേ. എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ടെമ്പററി. എന്നാൽ നമുക്ക് പെർമനന്റ് ആയ കാര്യമുണ്ട്. പെർമനന്റ് ആയ ആഹാരം വീട്ടിൽ ജനിച്ചു കൊടുക്കുന്നു. അതെന്താ? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് പറയുന്നത്? ദൈവത്തിന്റെ വചനം എന്തൊക്കെയാ? ജീവനും ചൈതന്യമുള്ള അതല്ലാതെ. ഓക്കെ. പിന്നെ എഫെസ്യർ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്താ? ഒരു വാളാണ് അല്ലെ? പിന്നെ പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് പാല്. പിന്നെ ചുറ്റിക എന്ന് പറയുന്നത് ഇല്ലേ? പല കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ആകാശം മാറിയാലും ഭൂമി മാറിയാലും ദൈവത്തിന്റെ വചനത്തിനോ അത് തന്നെ നിത്യമാണെന്ന് മനസ്സിലായോ? കേട്ടോ? അപ്പൊ അതുകൊണ്ട് നിത്യമായ താൽക്കാലിക കാര്യങ്ങളെക്കാൾ ശാശ്വതമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടത് കർത്താവ് പറയാൻ കാരണം? അടുത്ത സ്ലൈഡിൽ പോയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അതായത് ഭക്ഷണം, ജീവിതം, ജീവൻ, അതുപോലെ ക്ലോത്തിങ്, ശരീരം, വളർച്ച, ഗ്രോത്ത്, വൈസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് കർത്താവ് പറഞ്ഞിരിക്കുക. എന്നിട്ട് പറയുന്ന രാജനീതി അന്വേഷിച്ചാൽ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. നമ്മൾ അറിയേണ്ടത് എന്താണ്? ഇതിന്റെ പിന്നിൽ കർത്താവ് ഉദ്ദേശിച്ച കാര്യങ്ങളെന്ന് അറിയണ്ടേ? അതറിയണം. അതറിയാൻ വേണ്ടി നിങ്ങളുടെ ആ കണ്ണു തുറക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഇടയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയാണ്, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ ആ ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന വാക്യം വായിച്ചേ. കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് നേരിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. 6-ന്റെ അവിടെ ഇരിക്കുക 25-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ഇവിടെ പറയുന്നത് ഭക്ഷണത്തെക്കാൾ കിട്ടോ 25-ാമത്തെ വാക്യം. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നു. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? കഥ പറയാ, ഉടുപ്പിനേക്കാൾ ശരീരം വലുതാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്ന കഥാവ്. ഭക്ഷണത്തെക്കാൾ നമ്മുടെ ജീവൻ വലുതാണെന്ന് പറയുന്നത് കർത്താവ്. പക്ഷേ ലോകം എങ്ങനെയാണ് പറഞ്ഞത്? ഈറ്റ്, അങ്ങനെയാണ് നോക്കിയത്. ഇത് ലോകത്തിന്റെ സിസ്റ്റം അല്ലേ? കർത്താവ് നമ്മുടെ ശ്രദ്ധയെ കൂടെ ആകർഷിക്കുന്നത്, മോളെ ഭക്ഷണത്തെക്കാൾ പ്രാധാന്യം എന്തുണ്ട്? ശരീരത്തിനുണ്ട്. വസ്ത്രത്തെക്കാൾ പ്രാധാന്യം എന്തിനുണ്ട്? ഭക്ഷണത്തെക്കാൾ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിനുണ്ട്, ജീവിതത്തിനുണ്ട്. അതുപോലെ തന്നെ വസ്ത്രത്തെക്കാൾ പ്രാധാന്യം നമ്മുടെ ശരീരത്തിനുമുണ്ട്. വസ്ത്രത്തെക്കാൾ ശരീരത്തിനുമുണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുക. കേട്ടോ? ഇനി എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ അധ്യായത്തിൽ ഇവിടെ ഭക്ഷണത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കും ദൈവം ജീവിതത്തെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ധരിക്കേണ്ട വസ്ത്രത്തെ കുറിച്ച്, അല്ലെങ്കിൽ പുറത്ത് ധരിക്കേണ്ടത്, ഫുഡിൽ നിന്ന് അകത്ത് കഴിക്കേണ്ടത്, വസ്ത്രം എന്ന് പറയുന്നത് പുറത്ത് ധരിക്കേണ്ടത് അല്ലെ? അകത്ത് കഴിക്കേണ്ടത്, പുറത്ത് ധരിക്കേണ്ടത്. അതിനേക്കാൾ പ്രധാനം നമ്മുടെ ജീവിതത്തിൽ ശരീരം. ഇത് വേണ്ടെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേണ്ടെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നമ്മുടെ പ്രിയോറിറ്റി എന്തിനൊന്നാം സ്ഥാനത്ത് വെക്കണം എന്ന കർത്താവ് പറയണം. കേട്ടോ? ഒന്നാം സ്ഥാനം ആർക്ക് കൊടുക്കണം?
ക്രിസ്ത്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ നമുക്ക് ജയിക്കാൻ പറ്റും. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് ഇത് കൊടുക്കണം, ഒന്നാം സ്ഥാനം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നമ്മുടെ ഈ വിഷയത്തിന്റെ ക്ലാസിന്റെ സബ്ജക്റ്റിന്റെ പേരെന്താ? ഓവർകം അല്ലേ? ജയിക്കണം. ജയിക്കണമെന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ പോകുന്നു. ഓക്കെ, അടുത്ത ഇതിലേക്ക് പോകുന്നു. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതി. ഒന്നാമത്തെ എഴുതിയത് എന്താ? ഒന്ന് വായിക്കാം. ഒന്നാമത്തെ എഴുതിയത് നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് എനിക്ക് മനസ്സിലായി. ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആക്റ്റീവായിട്ട് എല്ലാവരും നന്നായിട്ട് വായിക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇത് എഴുതി നിങ്ങൾ വായിച്ചു. ദൈവത്തിന്റെ കരുതൽ നാം ശ്രദ്ധിക്കണം. ദൈവം കരുതുന്നവനാണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോണം. എഴുതിയത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ദൈവത്തിന്റെ കരുതൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റം വരും. ആറ്റിറ്റ്യൂഡിന് മാറ്റം വരും. ഇവിടെ കർത്താവ് സിമ്പിൾ ആയിരിക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്തിനൊക്കെ പറഞ്ഞത്? ഈ വാക്യത്തിലല്ല, നമ്മളിപ്പോ വായിച്ച വാക്യങ്ങളിൽ 3 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ആകാശത്ത് പറക്കുന്ന പക്ഷികളെ കുറിച്ച് ഉണ്ടോ? ഓക്കെ. 2, വയലിൽ വളരുന്ന ചെടികളെ കുറിച്ച് ഉണ്ട്. പിന്നെ മനോഹരമായിരിക്കുന്ന പൂവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് സിമ്പിൾ ആയിട്ടല്ലേ? നിങ്ങളെപ്പോ ജീനിയസുകളല്ലായിരുന്നു ആര്? കർത്താവല്ല, കർത്താവ് ഭയങ്കര ജീനിയസാണ്. കർത്താവിനോട് ജീനിയസ് ആരില്ല. ശിഷ്യന്മാർ ചങ്ങാതികളെ അവർക്കൊന്നും അത്ര വലിയ ഐക്യമൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്കൊരു പിടിപാടില്ല. ഹല്ലേലൂയ. അതൊരു സിമ്പിളായ ഉദാഹരണം, കൊച്ചുദാഹരണം. ഒന്ന്, പക്ഷികൾ. പക്ഷികളിൽ കർത്താവ് എന്ത് പഠിക്കാൻ ആഗ്രഹിച്ചു? ആദ്യം പറയാം. എന്താ പറഞ്ഞ? കളപ്പേ കുട്ടിയില്ല, പട്ടിണി കിടക്കണ്ട. ആരോട്? അത് വീട്ടിലുള്ളവർ കൊടുക്കും, ദൈവം കൊടുക്കും. എന്റെ വീട്ടിൽ 4 പൂച്ചയുണ്ടായിരുന്നു. പണ്ട് 4 പട്ടിയുണ്ടായിരുന്നു, പിന്നെ 2 പട്ടി, പിന്നെ 1 പട്ടി. 4 പൂച്ച, 2 പൂച്ചയും. നിങ്ങളുടെ വീട്ടിൽ പൂച്ചപ്പട്ടി കിട്ടോ? എത്ര പേരുണ്ട്? നമുക്ക് ഈ പെട്ടെന്ന് നോക്കിയേ. പെണ്ണുങ്ങളുടെ കൂടുതൽ പൂച്ചപ്പട്ടി. ശരി, നിങ്ങൾ എന്തോ സമയത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഭക്ഷണം കൊടുക്കാൻ, ആലോചിക്കാൻ, അതിന്റെ വഴി കിടത്താൻ, അങ്ങനെയൊക്കെ നടത്താൻ മാത്രമേ ഉള്ളൂ. അപ്പിട മാത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം ആകാശഭൂമി സ്ഥലം സൃഷ്ടിച്ചു, മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം എന്താ ചെയ്തത്? മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചത്? പെട്ടെന്ന് പറയണം. നിരന്തരം മുടി കൊണ്ട് സൃഷ്ടിച്ചു. ഓക്കെ, തന്റെ പ്രതിച്ഛായ സൃഷ്ടിച്ചു, തന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ചു. കറക്റ്റ് അല്ല? എന്നിട്ട് കർത്താവ് ആഗ്രഹിച്ചത് എന്താണ്? ഒരു നല്ല ഒരു ജർമ്മൻ ഷെപ്പേർഡ് കൂടെ നടക്കണം, നല്ല പേർഷ്യൻ ക്യാറ്റ് വളർത്തണമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതൊന്നും പറയണല്ലോ. അത് ശരി, പേരിട്ടിട്ട് നോക്കണം പറഞ്ഞു പറയണം. ദൈവം ആഗ്രഹിച്ച ആരോടാണ്?
ദൈവത്തിനോട് ആര് നടക്കാൻ? മനുഷ്യൻ നടക്കാൻ. ദൈവം ആഗ്രഹിച്ച് മനുഷ്യൻ നടക്കാൻ. അതുകൊണ്ട് മനുഷ്യന് ദൈവം ആത്മാവിനെ നൽകി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകി, മനസ്സ് നൽകി, ശരീരം നൽകി. ദൈവത്തിന് സമ്മതിക്കാൻ തക്കവണ്ണം ദൈവത്തിന് പ്രതിച്ഛായ കൊടുക്കാനായി. ഹല്ലേലൂയ. നമ്മൾ പ്രിയപ്പെട്ടവരാണോ ഇതിന്? അതുകൊണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കണ അധിക സമയത്തെക്കാൾ കുറവാണ് ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ ശരിയാവോ? ശരിയാവില്ല പ്രിയപ്പെട്ടവരെ. പട്ടിക്ക് പൂച്ചയ്ക്ക് മറ്റുള്ളവരൊക്കെ ദൈവത്തിന് ഇപ്പൊ പ്രാർത്ഥിക്കാൻ വീണ്ടും ഞങ്ങൾ വീണ്ടും ജനിച്ചു കർത്താവിന്റെ മക്കളായി ഞങ്ങൾ ഇനി ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധ ചെയ്യുന്നതിന് കൂടുതൽ പട്ടിക്കും പൂച്ചയ്ക്കും അങ്ങനെയുള്ള സാധനം കൊടുക്കാൻ പാടില്ല. ഓക്കെ, അതിന് വെറുക്കണമെന്നല്ല പറയുന്നത്. ഓക്കെ, ശരി. അപ്പോ ഇവിടെ പക്ഷികളൊക്കെ പറക്കുന്നത് ആകാശത്ത്, അതായത് ഈ ഭൂമിക്ക് മേലെയും ആ മേഘങ്ങളുടെ താഴെയുള്ള ഒരു ഏരിയയിലെന്ന് പറഞ്ഞു. കൂടൊക്കെ എവിടെയെങ്കിലും വെക്കും. എയറിൽ കൂട് വയ്ക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം, ആരെങ്കിലും കൂട്ടി കൊണ്ടു കൊടുക്കണമല്ലേ? അധ്വാനിക്കേണ്ടത് ചെറുതായിട്ട് അധ്വാനിക്കണ്ട അല്ലേ? എങ്ങനെ വലിയ കൊണ്ടമാൻ 4 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് ഒന്നും വെച്ചിട്ട് വെക്കണില്ല. അത് അന്നൊന്നും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ? കഥ പറയുന്നത് അവയെ നോക്കിക്കൊണ്ട് പറയാം, നിങ്ങൾ മനുഷ്യർ എന്തോരം വിചാരമാണ്. നാളത്തേക്ക്, മറ്റന്നാളത്തേക്ക്, ഒരു കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക്, പിന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ വിചാരപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർ. എന്തിനും വിചാരം? ഈ പക്ഷികളെ ഞാൻ നോക്കണ്ടല്ലോ, ഇല്ലേ? ഇനി പക്ഷികൾ പിന്നെ ഏതാ? വയലില് സസ്യങ്ങൾ അല്ലെ? അത് വളർന്നത് എങ്ങനെയാ? അതിന് ദൈവമല്ലേ വളർത്തുന്നത് അല്ലേ? നമ്മൾ എന്തെല്ലാം കാര്യത്തിനാ പ്രയാസപ്പെടണം നമ്മുടെ ജീവിതത്തിൽ. ഓരോരോ കാര്യങ്ങളാണ് നമ്മുടെ വളർച്ചയെ കുറിച്ച് ഒത്തിരി വിചാരപ്പെടുന്നുണ്ട്. ശരിയല്ല? ഇനി കർത്താവ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കും. സോളമൻ വലിയ ആളായിരുന്നു. ശരിയാണോ? കർത്താവ് പറയുന്നത് സോളമൻ താമര പോലും ഞാൻ ഉണ്ടാക്കിയ പുഷ്പത്തെ പോലും അലങ്കരിക്കപ്പെട്ടില്ല. മനസ്സിലാവുന്നു? അതിന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവമാണ് സകലത്തെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവമാണ് അതിന്റെ പ്രതിച്ഛായയിൽ നമ്മെ സൃഷ്ടിച്ചെങ്കിൽ, ദൈവത്തിന് നമ്മെ കുറിച്ച് വിചാരമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ കൂടുതൽ ഓവർ വിചാരപ്പെടുന്നത് എന്നാ കർത്താവ് ചോദിക്കുന്നത്? നിങ്ങളെ വളർത്താൻ, കേട്ടോ, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് ശ്രദ്ധയുള്ള ഒരു കർത്താവുണ്ടെന്ന്, ദൈവത്തിന്റെ ഒരു കരുതലുണ്ടെന്ന്. ഇതാ കർത്താവ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. പക്ഷെ നമുക്ക് ആ ചിന്തയില്ലെങ്കിലും നമുക്ക് എന്തുണ്ടാവും? നമുക്ക് പറയുണ്ടാവും, നമുക്ക് നമ്മുടെ ആശ്വാസം നഷ്ടപ്പെടുന്നു. കേട്ടോ, ഞാൻ പറയാം. സോളമൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയാലും ഇത്രയും മനോഹരമായി. ഇൻഡിഗോയിൽ വിമാനം കിട്ടുന്നത് കുറച്ച് കാശ് കുറവാ. ഇൻഡിഗോയില് പോവാണെങ്കിൽ ഇൻഡിഗോ പേര് വരാൻ കാരണം എന്താ പറയാ? അറിയില്ല. ഇൻഡിഗോ വിമാനത്തെ കുറിച്ച് അറിയാമോ? ഇൻഡിഗോ എന്ന് പറഞ്ഞ പേര് വന്നത് തന്നെ ഒരു കളറാണ്. നിങ്ങൾക്കറിയാം ഇൻഡിഗോ കളർ വരാൻ കാരണം ഇന്ത്യ ഗോ എന്ന വാക്കിന്, ഇന്ത്യയിലേക്ക് വരണം എന്ന വാക്കിൽ നിന്നാണ് ഇൻഡിഗോ എന്ന് പറഞ്ഞ കളർ. പണ്ട് നല്ല പട്ടുസാരികൾക്ക് വേണ്ടി ആ കളർ ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയിലേക്ക് അനേക രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ, എന്നാൽ ഒരു കുരുത്തക്കേട് കാണിക്കുന്ന ഒരു കെമിസ്ട്രിക്കാരൻ ഒരു സാധനം ഇങ്ങനെ എന്ത് ചെയ്ത ബോയിലിംഗ് പോലെ എടുത്തില്ല, പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയോളം ഉടനെ എന്തുണ്ടായി? ഒരു ബ്യൂട്ടിഫുൾ ഇൻഡിഗോ കളർ ആ ലാബറട്ടറിയിൽ. ആ തെർമോമീറ്റർ പൊട്ടിയതാണ് ഇന്ത്യയിലേക്കുള്ള വരവ് നിന്നെന്ന് പറയും. ഇന്ത്യക്ക് ദൈവം ഉണ്ടാക്കിയ നിറങ്ങൾ, ദൈവം ഉണ്ടാക്കിയ വസ്തുവകൾ, പുഷ്പങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ, ദൈവത്തിന്റെ അത്ഭുതകരമായ കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ
നമുക്ക് ഓവർ ആൻസൈറ്റി എന്ത് ചെയ്യണ്ട. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കരുതൽ നാം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതാണ് കർത്താവ് ഈ ഭാഗത്ത് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ ജോലി ചെയ്യരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പൗലോസ് പറയാ അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കട്ടെ. കർത്താവ് പറഞ്ഞ വാക്കാ, ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന. മടിയന്മാരാകരുതെന്ന് പറയുന്നത്. മടിയന്മാരെ കൊണ്ടും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം നല്ല എനർജറ്റിക് ആയിരിക്കുന്ന, ഉത്സാഹികളായിരിക്കുന്ന, ഹാർഡ് വർക്കിംഗ് ആയിരിക്കുന്ന ആൾക്കാരെയാണ് ദൈവത്തിന് ആവശ്യം. കേട്ടോ? ഓക്കെ. അതായത് 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഫീഡിങ്ങിനോടുള്ള ബന്ധത്തിൽ പക്ഷികളെ, ക്ലോത്തിങ്ങിനോടുള്ള ബന്ധത്തിൽ പുഷ്പങ്ങളെ, ഗ്രോത്തിനോടുള്ള ബന്ധത്തിൽ പുല്ലുകളെ. 3 കാര്യങ്ങൾ ആ ഭാഗത്ത് പറയാത്ത. പുല്ലുകള് നാളെ തീരിടേണ്ട സാധനം പോലും ഇതുപോലെ ആർത്ത് പൊങ്ങുന്നു എങ്കിൽ വളരാൻ ദൈവം അനുവദിക്കുന്നു. അതുപോലെ മനോഹരമായ പുഷ്പങ്ങൾ, അതിന്റെ നിറങ്ങൾ ഇത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ പക്ഷികള് ഈ വിഹായസിങ്ങനെ പറന്ന് നടന്നതിനുള്ള ഭക്ഷണങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ നിങ്ങൾ ഇതിനെ ഓവർ വൈകിട്ടാണെന്ന് ചോദിക്കും. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറയണ്ടേ? അതുകൊണ്ട് പക്ഷികളുടെ പിതാവായ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് പക്ഷികളുടെ പിതാവ് നിങ്ങളെ നന്നായി നോക്കുന്നതാണ് പറയണം. പിന്നെ സ്വർഗസ്ഥനായ ആരുടെ പിതാവ്? പക്ഷികളുടെ പിതാവാണ്. നമ്മുടെ പിതാവ്. ആമേൻ. കർത്താവ് പറയാം സ്പെസിഫിക് ആയിട്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളെ നോക്കാൻ തയ്യാറാണെന്ന്. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ഫുഡിനെ കുറിച്ച്, ക്ലോത്തിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ഗ്രോത്തിനെ കുറിച്ച് ആര് കൂടുതൽ വിചാരപ്പെടണം? ആര് കൂടുതൽ വിചാരപ്പെടണം? ഓക്കെ, അടുത്ത സ്ലൈഡിൽ ആ ഭാഗത്ത് മാത്രം. അപ്പൊ ഒരു ചോദ്യം ആൺകുട്ടിയോട് ചോദ്യം ചോദിക്കാമോ? നമ്മൾ സ്വതന്ത്ര സഭയിലാണ് ആണോ? സ്വതന്ത്ര സഭ. നമ്മൾ സ്വതന്ത്രരാണോ? നമ്മൾ ആശ്രയിക്കേണ്ടവരാണ്. ദൈവത്തിൽ സ്വതന്ത്രരാണോ? അപ്പൊ 2 ഉത്തരം പറഞ്ഞു. സ്വതന്ത്രരാണെന്ന് പറഞ്ഞു, ആശ്രയിക്കേണ്ടവരാണെന്ന് പറഞ്ഞു. റിൻഡു പറഞ്ഞത് സ്വതന്ത്രരാണ്, ആശ്രയിക്കേണ്ടത്. ഒരാള് പറഞ്ഞു ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് മാത്രം. ഇനി സഹോദരിമാരുടെ വാക്ക്, പെൺകുട്ടികളുടെ വാക്കുകൾ. സ്വതന്ത്രരാണ്. ഇവിടുത്തെ യുവതലമുറയുടെ ഭയങ്കര സ്വാതന്ത്ര്യമുള്ളവരത്. ഡയാന രാജകുമാരി ഈ വിവാഹത്തിന് ഇതില് ഇത് പറഞ്ഞില്ല. അതായത് ചാൾസിന്റെ കീഴ്പ്പെട്ട് നിൽക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയൊക്കെ പറയേണ്ട ആൾക്കാര് പല പ്രസംഗിക്കും. എനിക്കത് വേണ്ട, അതൊന്നും ഞാൻ പറയാൻ ആളല്ല. നിങ്ങളെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരെ ചുമതല എന്താന്ന് ബൈബിളിൽ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. കേട്ടോ? മറക്കല്ല. അപ്പൊ പറഞ്ഞ സ്വതന്ത്രനാണ്. 2 ശരിയാണോ? അല്ല, പെട്ടെന്ന് കേൾക്കണം നിങ്ങൾ. നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. നമ്മുടെ ആര് സ്വതന്ത്ര? അതേസമയം നാം ദൈവത്തിൽ പൂർണ്ണ ആശ്രയം പുലർത്തേണ്ടവരാണ്. നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്ഭുതകരമായ സ്വാതന്ത്ര്യം. കേട്ടോ? പണ്ടൊരാളൊരു കഥ പറഞ്ഞ ഞാൻ കേട്ടു. ഒരു അടിമച്ചന്തയിൽ കുറച്ച് ഈ അടിമകളെ വിൽക്കുന്ന സമയം, ആ സമയത്ത് ഒരു അടിമ സ്ത്രീയെ വിൽക്കാൻ വെച്ചിരിക്കുക. അങ്ങനെ ആൾക്കാർ വന്നിങ്ങനെ വില ചോദിക്കുന്നു. അപ്പൊ വിലയൊക്കെ പറഞ്ഞു. ഈ സ്ത്രീ ഇങ്ങനെ കുഞ്ഞെടുക്കുക, ചങ്ങലൊക്കെ ഓരോരുത്തർ 1 ലക്ഷം പറയും, 1 ലക്ഷം പറയും. അങ്ങനെ നോക്കി ഒരു വലിയ വില ഒരാളെ വിളിച്ചു പറയും. ആ വലിയ വില വിളിച്ചു പറഞ്ഞ് ഇയാളിങ്ങനെ കണ്ടു. ഈ സ്ത്രീ ഇങ്ങനെ കണ്ടു തോന്നി നോക്കി, ഇതാരാണ് ഈ ക്രൂരൻ ഇത്ര വലിയ വിലയിൽ എന്നെ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? അപ്പൊ ഒരാളെ ചിരിച്ചു. അങ്ങനെ ആട് പറഞ്ഞ വിലയുടെ കൊണ്ടും ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതാണ് ഈ ചങ്ങല ഈ സ്ത്രീനെ കൊണ്ടുപോകുന്നത്. കുറെ ദൂരം വരെ നടന്നുപോയി. കുറെ ദൂരം വരെ നടന്നുപോയി.
ഞാൻ നിന്നെ വലിയ വിലയ്ക്ക് വാങ്ങി നിന്നെ സ്വതന്ത്രയാക്കണം. എന്താക്കണം? എടുത്ത വഴി ഇവിടെ എന്തെയ്യുന്നറിയോ? ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? ആ കരാറിൽ കേട്ടവരുണ്ടോ? ഈ പെണ്ണ് എന്തെയ്യുന്നറിയാമോ? ഈ അടിമയായ പെണ്ണ് ഒറ്റ ഓട്ടം ഓടി രക്ഷപ്പെടാം. കാരണം സ്വാതന്ത്ര്യം കിട്ടിയില്ലേ? കുറേ ദൂരം വരും, ഓടി ഓടി നിന്ന് കിടക്കുക ഒരു സ്ഥലത്ത്. ഒരു നിമിഷം അവിടെ ആലോചിച്ചു, ഇതുപോലെ പണ്ട് എന്റെ ഒരാൾ പിടിച്ചു കൊണ്ടൊരു അടിമയാക്കി, വേറെ ആരെങ്കിലും എന്നെ അടിമയാക്കിയാൽ ഇത്ര വില കൊടുത്ത് എന്നെ സ്വതന്ത്രമാക്കിയ ഒരു നല്ല സ്നേഹമുള്ള മനുഷ്യനില്ല. അയാളുടെ കൂടെ അയാളുടെ കീഴിൽ ജീവിക്കുന്നതിന്റെ ഏറ്റവും സന്തോഷം തോന്നിയിട്ട് അവർ തിരിച്ചോടി എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ ആശ്രയിച്ചു. കേട്ടോ? അപ്പോൾ കർത്താവ് ഏറ്റവും വില കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എന്നാൽ നമ്മൾ സ്വതന്ത്രരാണ്. ഒരു ശത്രുവിനെ നമ്മൾ പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷെ കർത്താവുള്ള ആശ്രയം എപ്പോഴും നമ്മൾ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം, നാം സ്വതന്ത്രരാണോ ആശ്രയിക്കുന്നവരാണോ? മൂന്നാമത്തെ കാര്യം, ദൈവസന്നിധിയിൽ നമ്മുടെ വിലയും നിലയും നാം അറിയണം. അതാണ് വലിയ നിർബന്ധം. ദൈവസന്നിധിയിൽ നമ്മൾ എന്തറിയണം? നമ്മുടെ വിലയും നിലയും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം എന്താണ്, നമ്മുടെ പദവി എന്താണ് എന്ന് നാം അറിഞ്ഞിരിക്കും. ദൈവസന്നിധിയിൽ നമ്മുടെ വിലയും നിലയും നാം അറിയണം. നമ്മളിവിടെ വന്നവരൊന്നും ചിലർക്കാരൊന്നും അല്ല കേട്ടോ. വളരെ കർത്താവിന് പ്രിയപ്പെട്ടവരായി ഓരോരുത്തരെ ഇരിക്കുന്നത് മറക്കല്ല നിങ്ങൾ. ഈ ലോകത്തിൽ അനേകർ നശിച്ചു പോകുമ്പോൾ അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും നിങ്ങളുടെ ജീവിതം, കർത്താവ് ലോകക്കാരോടൊന്നും പറഞ്ഞില്ല നിങ്ങൾ ലോകത്തിന്റെ പ്രകാരമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് ലോകക്കാരോട് പറഞ്ഞോ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഓർക്കണമേ, നമ്മുടെ വിലയും നിലയും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ വിലയും നിലയും നമ്മൾ എങ്ങനെ അറിയാം? അതൊരു ചോദ്യം. നമ്മുടെ വിലയും നിലയും നമുക്ക് എങ്ങനെ അറിയാൻ പറ്റില്ല? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ജോസഫ് പറഞ്ഞ ഓക്കെയാണോ? ഓക്കെ എന്ന് പറഞ്ഞു. എന്താ പേര്? ജോനാഥൻ. ജോസഫ് പറയണോ? ജോനാഥൻ ഇരിങ്ങാനുള്ള സമയം നല്ല വേലയും നിലയുള്ളവരാന്ന് പറഞ്ഞാൽ ഓക്കെ ആയോ? ഓക്കെ ആയിട്ടാണ് സംഭവിച്ചത്. ഇത്രയും ഒരു ജോസഫ് ഇത് കൊടുക്കട്ടെ, വിവരം പറയണം. ഇത്രയും സ്നേഹമുള്ള ഒരു കുട്ടിയെന്ന് പറഞ്ഞതിന്റെ വിശ്വസിക്കുക. ജോനാഥൻ, നീ ശരിക്കും ദാവീദിന്റെ ബൈബിളിലെ ഏറ്റവും സ്നേഹിതൻ ആരാന്ന് ചോദിച്ചാൽ ആരാ സ്നേഹിതൻ? നിങ്ങൾക്കറിയാമോ? ജോനാഥൻ. ഇവൻ അതുപോലെയാണ്. എനിക്ക് അത്ഭുതവും ജോസഫ് പറഞ്ഞാൽ മതി, ഇവൻ വരുന്നതിന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് കൂടെ വേണ്ടവരെന്താണ് ആരെങ്കിലും എതിർക്കണ്ട, കൂട്ടിത്തരണം. എവിടെ നമുക്ക് നമ്മൾ വെളിയും നിലയും മനസ്സിലാക്കാൻ പറ്റാ? എവിടെ അറിയാൻ പറ്റാ വെളിയും നിലയും? ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ വിലയുണ്ട്, നമ്മുടെ നിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മുടെ വിലയും നിലയും മനസ്സിലാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന് ദൈവത്തിന്റെ വചനം. എന്താണ് വേണ്ടത്? ദൈവത്തിന്റെ വചനം കേൾക്കണം, ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവത്തിന്റെ വചനം പഠിക്കണം, ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം, മനഃപ്പാഠമാക്കണം. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണം? ദൈവവചനത്തോടൊപ്പം വായിക്കണം, കേൾക്കണം, ധ്യാനിക്കണം, പഠിക്കണം, ധ്യാനിക്കണം.
ദൈവവചനം എന്താ ചെയ്യണം? കേൾക്കണം, വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. പാലിക്കണം, അനുസരിക്കണം. പറഞ്ഞ എന്തൊക്കെ? ദൈവവചനം കേൾക്കണം, വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. ഓക്കെ, ശരി. പെട്ടെന്ന് പറഞ്ഞേ. എന്താണ് മൂന്നാള് പറയുന്നത് ഇവിടെ ചോദിച്ചു. ദൈവം എന്താ ചെയ്യേണ്ടതെന്ന്? കേൾക്കണം, വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. ഓക്കെ. ചോദ്യം ഏത് സമയത്ത് പറഞ്ഞു? ഏത് മൂലിക്ക് പറഞ്ഞോളായിരുന്നു പറഞ്ഞേ. ധ്യാനിക്കണം, പഠിക്കണം, വിശ്വസിക്കണം, കേൾക്കണം, വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം, അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദൈവവചനം വായിച്ച് നമുക്ക് എന്താ മനസ്സിലാക്കാൻ? നമ്മുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ. ശരിയാണോ? ദൈവവചനത്തിൽ പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത് ഇതെന്താണ്? ദൈവവചനത്തിൽ പറയുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ എന്താണ്? എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവവചനത്തിൽ ഇരിക്കുന്നത്? ദൈവവചനം എന്ന് പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് പറയാം. ഹിസ്റ്ററി എന്ന് വാക്കുന്ന ഇതാണ്. ഹിസ്റ്റോറി. ഹിസ്റ്ററി എന്നുള്ള വാക്കിന് ഹിസ്റ്റോറി. ഹിസ്റ്റോറി അവന്റെ അവന്റെ കഥ. ഹിസ്റ്ററി പഠിക്കാണ്ട് സ്കൂളിൽ പഠിക്കാൻ പറ്റും. എങ്ങനെ വന്നേക്കാം? സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്ന് തോന്നുന്നു. ശരിയാണോ? സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര ആൾക്കാരുണ്ട്. ഇത് മാർഗങ്ങളാണോ തോന്നിച്ചത്? ചരിത്രം. ഹിസ്റ്ററി എന്ന വാക്കുന്ന ഹിസ്റ്റോറി എന്ന വാക്കുന്ന കർത്താവ് യേശുവിന്റെ ആ സംഭവത്തെ ആസ്പദമാക്കി ഹിസ്റ്ററി എന്ന വാക്കുന്നത് കേട്ടതുണ്ട്. ഈ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. എങ്ങനെയാണ് പെട്ടെന്ന് പറയാം, ഒരു 1-2 മിനിറ്റ് പറയാം. കേട്ടതുണ്ട്. അതായത് ഏതൻ തോട്ടത്തിൽ ദൈവം ആരെ സൃഷ്ടിച്ചു? അവർ പാപം ചെയ്ത് നഷ്ടപ്പെടുത്തി. അവർ ഭൂമിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ആരെ തെരഞ്ഞെടുത്തു? നോഹയുടെ കാലഘട്ടം നമുക്ക് വായിച്ചു കേട്ട് നോഹയെ കുറിച്ച് കേട്ടു. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വരുക അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന്, ഇസ്ഹാക്ക്, യാക്കോബ്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ രാജ്യം ഫോം ചെയ്തു. ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ട് ആര് വന്നു? ജാതിയിൽ വന്നു. അങ്ങനെ ഒരു സുവിശേഷം അറിയിച്ചു. അവസാനം നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ള സഭയുണ്ട്. ഉണ്ടായില്ലേ? ഉണ്ടായി. നമ്മൾ വീണ്ടും ജനിച്ചു, രക്ഷ അനുഭവിച്ചു, സ്നാനപ്പെട്ടു. ഭയങ്കര സന്തോഷമായി നമുക്ക്. അങ്ങനെയാണോ? കർത്താവ് എവിടെ കൂടുതൽ സന്തോഷം പറഞ്ഞത്? നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്ന് ഓർത്തിട്ട് സന്തോഷിക്കും. ആണോ? അപ്പൊ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്മാർട്ടായിട്ട് പറഞ്ഞാൽ ഇപ്പൊ തലയിൽ പറയണോ? അല്ലല്ല, നമുക്കൊരു ദൈവാത്മാവ് ദൈവത്തിന്റെ മക്കളാ. കേട്ടോ? ജീവന്റെ പുസ്തകം നമ്മുടെ പേര് എഴുതി. കേട്ടോ? ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി എഴുതി എഴുതി. നോക്കിയത് ശ്രദ്ധിച്ചല്ലോ. ഇവിടെ ശ്രദ്ധിക്കും. നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് കർത്താവ് ഒരിക്കൽ കഥയില്ലേ, മഹാകഥ, വലിയ സ്റ്റോറി. ആ സ്റ്റോറിയിൽ നമ്മളും കൂടി അഭിനയിക്കുന്ന ജീവിക്കണം. രണ്ടാമത് പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തില് നമ്മുടെ വിലയും വിലയും പിടിച്ചത് പ്രാർത്ഥനയാണ്. എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബൈബിളിൽ കുറെ പ്രാർത്ഥനകളുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥനയുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കർത്താവ് കുരിശിക്കടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പിന്നെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഹന്ന പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. കേട്ടോ? പൗലോസിന്റെ പ്രാർത്ഥനയുണ്ട്. സ്തേഫാനോസിന്റെ പ്രാർത്ഥനയുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന എഫേസ്യ ലേഖനത്തിലുണ്ട്. ആ ലേഖനത്തിലെ പ്രാർത്ഥന ഞാൻ ഓർത്ത് തരികയാണ്. അതിന് പറയുമ്പോൾ
എഫേസ്യർ പറഞ്ഞേ. ആ പറഞ്ഞേ. ഓക്കെ, നാലാമത്തെ കാര്യം, അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ നിന്ന് നാം പിന്തിരിയണം. അർത്ഥശൂന്യമായ കാര്യത്തിൽ നിന്ന് പിന്തിരിയണം. എന്താ അർത്ഥശൂന്യമായ കാര്യം? കഥ ക്ലിയറായിട്ട് പറഞ്ഞു. എന്താ പറയുന്നത് അറിയോ? അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ പിന്തിരിയണം. അർത്ഥശൂന്യമായ കാര്യങ്ങൾ പിന്തിരിയണം. നിങ്ങളുടെ ശ്രദ്ധിക്കുക. കഥ പറഞ്ഞു, നിങ്ങൾ ആകുലപ്പെട്ടാൽ, നിങ്ങൾ പറയും ചെയ്താൽ എല്ലാം ഗുണമുണ്ടോ? ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ആശയം നിങ്ങൾ കൊണ്ടോ? കഥ ക്ലിയർ ആയിട്ട് പറഞ്ഞ, നിങ്ങൾ ടെൻഷൻ പിടിച്ചാൽ, നിങ്ങൾ ആകുലപ്പെട്ടാൽ, നിങ്ങൾ വിചാരപ്പെട്ടാൽ നിങ്ങളുടെ ആയുസ്സിന് നീളം കൂട്ടില്ല. പറയാനോ സാധ്യത? അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാണ്ട് നമ്മൾ ഈ വറി ചെയ്യാൻ പോകണം. പല ചെറുപ്പക്കാരികൾക്കും ജീവിതത്തിൽ പേഴ്സണാലിറ്റി പ്രോബ്ലം വരുന്ന, ഡിപ്രഷൻ വരുന്നതിന് കാരണം അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ ആകുലതയാണ്. ആവശ്യമില്ലെന്ന് ഇതിനോട് വറി നമ്മള് വിചാരപ്പെടേണ്ട. ശ്രദ്ധിച്ച് എന്താ പറയണ? ദൈവ വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാലേ കേൾക്കണേ, ബൈബിളിൽ എത്ര പ്രോമിസസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം പറയണോ? 10, 20, 600. ഇനി പെട്ടെന്ന് പറ, സമയം കളയരുത്, പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ എത്ര ഉണ്ടാവില്ല? അങ്ങനെയാ? ഒരുപാടുണ്ട്. മാത്യു എത്ര ഉണ്ട്? ഒരേ കൊണ്ട് ഉത്തരം വളരെ ഇങ്ങനെ ഉത്തരം കിട്ടിയെങ്കിലും കറക്റ്റ് വരില്ല. ഏകദേശം 3000-ഓളം പ്രോമിസുകൾ അതിലുണ്ട്. പറഞ്ഞേ എത്രയുണ്ട്? അതിലൊരു വളരെ ശങ്കായിരിക്കുന്ന ഒരു പ്രോമിസാണ് നമ്മളിന്ന് ആദ്യമായിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, എങ്കിൽ ഇതൊക്കെ നിങ്ങളോട് കൂടെ ചെയ്യും കൂട്ടിച്ചേർക്കപ്പെടും. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം, ഞാൻ നിങ്ങൾ നല്ല പിതാവാ, നിങ്ങൾ വറി ചെയ്യണ്ട, നിങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് കഥ പറഞ്ഞിരിക്കുക. വലിയൊരു പ്രോമിസാ. അതുകൊണ്ട് ദൈവവാക്തത്വം നമ്മൾ എന്ത് ചെയ്യണം? പിന്തുടരണം. ചെന്നർത്ഥം പുറകെ പോണം. 4 ദിവസം കഴിഞ്ഞിട്ട് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇതിനുള്ള സമയം മുഴുവൻ മൊബൈലിൽ നോക്കി ഓരോ കാര്യങ്ങൾ നോക്കി അതിന്റെ പിന്തുടർന്ന് പോകാനല്ല. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ദൈവത്തിന്റെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, അല്ലേ? ദൈവത്തിന് വായിച്ചാൽ ഗുണം മനസ്സിലാക്കി പോലും അതിന്റെ രചയിതാവിനോട് പ്രേമം തുടങ്ങും. കേട്ടോ? ആർക്ക് തുടങ്ങും? പരിശുദ്ധാത്മാവ് നമ്മോട് ഒരു സ്നേഹം തുടങ്ങും. ദൈവത്തിന്റെ വചനത്തിൽ മാത്രമുള്ള ഒരു ഗുണം. നിങ്ങൾ നിരാശപ്പെടുത്തില്ല. ദൈവത്തിന് വായിക്കുന്ന ഒരാളെയും ദൈവം നിരാശപ്പെടുത്തില്ല. തീരുമാനിക്കാൻ പറ്റും. ബൈബിൾ വായിക്കാൻ തീരുമാനിക്കാൻ പറ്റും. ബൈബിള് ഇല്ലാത്തവരെ എല്ലാവർക്കും ബൈബിളുണ്ട്. വണ്ടർഫുൾ. ബൈബിള് എല്ലാ ദിവസവും തുറക്കുന്നവരും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ച് പറയാണ്, ശ്രദ്ധിക്കണമേ. ദൈവം വായിക്കും. അടുത്തേക്ക് ദൈവവാക്യത്തിന് നമ്മൾ ആരായിരിക്കണം? ക്ലാസ് അതെല്ലാവരും വിചാരിക്കുക, അതൊന്നും ചിന്തിക്കുക, സമയം വെച്ചായിരിക്കണം. അതുകൊണ്ട് അത് കൊച്ചിനെങ്കിലും ആ ഒരു കല കുഞ്ഞു കൊച്ചുകളെ കൊണ്ട് അവർ പെട്ടെന്ന് വായിക്കുന്ന കോൺഫിഡൻസ് ഓഫ് സ്പീക്ക്. 2 സ്ഥലത്ത് നമ്മൾ പാപത്തെ തോൽപ്പിക്കണം. എവിടെയൊക്കെ തോൽപ്പിക്കണം? ഇൻസൈഡിൽ തോൽപ്പിക്കണം. സഭയുടെ ഉള്ളിലൊക്കെ മര്യാദക്കാർ, കോളേജിൽ ചെല്ലുമ്പോഴോ സ്കൂളിൽ ചെല്ലുമ്പോഴോ പുറത്തു പോകുമ്പോഴോ യാതൊരു ഗുണവും മണമില്ലാത്ത ആൾക്കാരായിട്ട് മനസ്സിലുള്ള കാര്യമുണ്ടോ? അപ്പൊ അകത്തും പുറത്തും എങ്ങനെ തോൽപ്പിക്കണം? പാവത്തെ തോൽപ്പിക്കണം. തയ്യാറാണോ?
ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും എല്ലാം വരുമ്പോ, ആരാധനയൊക്കെ വരുമ്പോ, സമർപ്പണം വരുകയും ചെയ്യും. റൈച്ചസ് ആക്ട്സ്, ദൈവത്തിന്റെ നീതിപാതകൾ, ദൈവത്തോട് ചേർന്ന മനോഭാവം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിറയണം. കേട്ടോ? എന്തൊക്കെ നിറയണം? 3 കാര്യങ്ങൾ നിറയണം. ഫലങ്ങൾ, പിന്നെ നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്ന മനോഭാവം, അതായത് ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കണം. ലാസ്റ്റ് കാര്യം കർത്താവ് പറഞ്ഞു, നാളത്തെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നാളത്തെ കുറിച്ച് അന്നന്നിന്റെ കഷ്ടം. കർത്താവ് കഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നത് കർത്താവ് കഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്താ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്? നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിജീവിക്കാൻ പറ്റും. കാരണം കഷ്ടത്തെ അതിജീവിച്ചാണ്. അപ്പൊ ഓരോ ദിവസത്തിനും നമുക്ക് എന്ത് വേണം? ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. കൃപ എന്ന് പറഞ്ഞാൽ അറിയിക്കുന്ന ശ്രദ്ധിക്കുന്ന നിമിഷമാണ്. പിന്നെ ദൈവത്തിന് കിട്ടുന്ന അറിയിക്കുന്നവർക്ക്, അറിയിക്കാത്തവർക്ക്, ആശ്രയിക്കുന്നവർക്ക്, അറിയിക്കാത്തവർക്ക് ഒരു വാക്യം വായിച്ചാൽ ഒരു ലെമന്റേഷനിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അത് വായിച്ചിട്ട് നമുക്ക് അവസാനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സമയം കഴിഞ്ഞു പോകും. നോക്കിയേ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യം വായിച്ചേ. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ വാക്യങ്ങൾ അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഒന്നുകൂടി വായിക്കണം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ശ്രദ്ധിക്കണം, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന് കരുണ തീർന്നു പോയിട്ടില്ല. അതെ, ഓരോ ദിവസവും പുതിയതായി കൃപ നൽകാൻ ആഗ്രഹിക്കണം. ദൈവം തയ്യാറാണെന്ന് വിചാരപ്പെടേണ്ട. ദൈവത്തിന്റെ സന്നിധിയിൽ കൃപയ്ക്കായിട്ട് ആഗ്രഹിക്കണം. അത് രാവിലെ തോന്നുന്നു പുതിയതും നിന്റെ വിശ്വസ്ത വലിയതുമാകുന്നു. എല്ലാം എന്താ കഥ പറഞ്ഞത്? എന്റെ രാജ്യനീതി അന്വേഷിച്ച് നിങ്ങൾക്ക് എന്ത് കുറിച്ചാണ്? ഇതൊക്കെ ഏതൊക്കെ നമ്മുടെ ഭാവി കാര്യങ്ങള്, നമ്മുടെ ക്ലോത്തിങ്, നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ സ്ഥാനമാനം, ദൈവത്തിനുള്ള ആശ്രയം എല്ലാം വർദ്ധിപ്പിച്ച് കർത്താവിൽ പ്രിയപ്പെട്ടവരായി കർത്താവ് സഹായിക്കും. അതിന് എന്ത് വേണം? ദൈവത്തിന്റെ വചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഇതൊക്കെ ചെയ്യണം. തയ്യാറുണ്ടോ? എല്ലാ ആളുകളും നോക്കി. ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം കേൾക്കുന്നത് നിങ്ങൾക്ക് തയ്യാറാണോ? മറ്റുള്ളവരെ പോലെ കർത്താവ് എന്താ പറഞ്ഞത്? ജാതികളൊക്കെ അന്വേഷിക്കുന്നു. കർത്താവ് വളരെ രക്ഷപ്പെട്ടു പറഞ്ഞു, നിങ്ങൾ ജാതികളൊക്കെ അന്വേഷിക്കണം. വിചാരപ്പെടുന്നത് ഇത് ആരാ ചിന്തിക്കുന്നത്? നമ്മുടെ ജാതികളാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിച്ചു ശ്രദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ 6 കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സ്നേഹം, നിത്യമായ ജീവൻ, നിത്യമായ വചനം, നിത്യമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തെ കാര്യം, നാം എന്ത് ചെയ്യുന്നറിയാമോ? നാം ദൈവത്തിന്റെ ആ സംരക്ഷണത്തെ, ദൈവത്തിന്റെ ആ പ്രൊവിഷനെ നാം ഓർക്കണം. നമ്മുടെ നല്ല പിതാവ് നമുക്ക് നൽകുന്നതാണ്. 2, മൂന്നാമത്തെ കാര്യം, നാം എന്ത് ചെയ്യണം?
നാം നമ്മുടെ എല്ലാ വിധത്തിലുള്ള വറികളെയും നമ്മൾ മാറ്റിക്കളഞ്ഞ് ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കാൻ ഇടയാകും. മാത്രമല്ല, നാം ദൈവത്തിന്റെ രാജ്യവും നീതിയും അനുസരിച്ച് ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ആരായിട്ട് മാറും? വിക്ടോറിയസ്. നമ്മൾ ആരായിട്ട് മാറും? ആദ്യത്തെ എന്താ പറഞ്ഞത്? ഈ ക്ലാസ്സിന്റെ പേര് ഓവർകമേഴ്സ്. ഇവിടെ കുറെ പേരൊക്കെ നമ്മളെ ചാടി പിടിക്കാൻ പറ്റുന്നുണ്ട്. അവരെ മധ്യ നമ്മൾ ആരായിട്ട് മാറും? ഓവർകമേഴ്സ്. ആർ യു റെഡി? എല്ലാവരും ഓവർകം പറഞ്ഞു. ഞാൻ റെഡി എന്ന് പറഞ്ഞു. സൗകര്യമായിട്ട് പെൺകുട്ടികൾ പറയണോ? നിങ്ങൾ ഈ വെറുതെ പറഞ്ഞാൽ പോരാ, ഉൾക്കൊണ്ടോട്ട് പറയണം. കർത്താവ് കേൾക്കുന്നു. Are you ready? Are you ready?